ഡിയർ ട്രാവലേഴ്സ്, യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ട്രാവലേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് GTHൻ്റെ ഡയറക്ടർ മിസ്റ്റർ വിപിൻ നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം സർ. താങ്ക് യു. യൂറോപ്യൻ യാത്ര പ്ലാൻ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. സാധാരണ നമ്മുടെ യാത്രയെ പോലെയല്ല. നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടി വരില്ല. ബട്ട് യൂറോപ്പ് അങ്ങനെയല്ല. ഒരു യൂറോപ്യൻ യാത്രയിൽ നമുക്ക് ഏകദേശം 6-7 രാജ്യങ്ങൾ, 10ഓളം രാജ്യങ്ങൾ കേട്ടോ, പല രാജ്യങ്ങൾ, അവിടുത്തെ പല റൂൾസൊക്കെ ആയിരിക്കും. യാത്രാ പ്ലാനിങ് സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടുന്ന് ലഗേജ് പാക്ക് ചെയ്യുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. ഫ്ലൈറ്റിൽ എത്ര കിലോ കൊണ്ടുപോകാൻ പറ്റും, ക്യാബിൻ ബാഗേജ് എത്രയാണ്, നമ്മുടെ ചെക്ക് ഇൻ ലഗേജ് എത്രയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ ക്യാബിൻ ബാഗേജ് 7 കിലോ, ലഗേജ് 30 കിലോ ആണ്. അത് ചില ഫ്ലൈറ്റ്സിൽ 20 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത്, അത് യൂറോപ്യൻ യാത്രയ്ക്കായാലും വിദേശയാത്ര ഏത് തന്നെയായാലും, ഡിപ്പാർച്ചർ ടൈമിൻ്റെ 3-3.5 മണിക്കൂർ മുമ്പേ ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തി ഡിപ്പാർച്ചർ ഗേറ്റിൽ എത്തുക എന്നുള്ളതാണ്. സർ, അതുപോലെ ഫ്ലൈറ്റ് റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? ഫ്ലൈറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ് ഒരുപാടുണ്ട്. ബിക്കോസ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഫ്ലൈറ്റ്സ് ആയിരിക്കും. യൂറോപ്പിൽ ട്രാൻസിറ്റ് ഫ്ലൈറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും രാജ്യങ്ങൾ വഴിയായിരിക്കും നമ്മുടെ യാത്ര. എമിറേറ്റ്സ് ആണെങ്കിൽ ദുബായ്, അല്ലെങ്കിൽ ഒമാൻ എയർ ആണെങ്കിൽ മസ്കറ്റ്, ഖത്തർ എയർവേസ് ആണെങ്കിൽ ദോഹ, കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലേ ഓവർ ഉണ്ടാകും. 2-3 മണിക്കൂർ ലേ ഓവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും കണക്ട് ചെയ്തത്. അപ്പം പാസഞ്ചറിന് കൃത്യമായ ഒരു ഐഡിയ വേണം, എത്ര മണിക്കൂറാണ്, നമ്മുടെ അവിടുത്തെ ഗേറ്റ്സ് ഏതൊക്കെയാണ്. അങ്ങനെ കുറച്ചൊരു സെൽഫ് പ്ലാൻ പാസഞ്ചേഴ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ലഗേജിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. എത്ര kg നമുക്ക് ലഗേജായിട്ട് കൊണ്ടുപോകാം, ക്യാബിൻ ബാഗിൽ എത്ര കൊണ്ടുപോകാം. ലഗേജ് 30 കിലോ ആണ് മിക്ക ഇൻ്റർനാഷണൽ കാരിയേഴ്സിലും, ചിലതിൽ 25 ആയിരിക്കാം. ക്യാബിൻ ബാഗേജ് നമുക്ക് 7 kg വരെ കൊണ്ടുപോകാം. പിന്നെ അതിൽ എന്തൊക്കെ 100 ml കൂടുതലുള്ള ഐറ്റംസ് ക്യാബിൻ ബാഗിൽ കൊണ്ടുപോകാൻ അലൗഡ് അല്ല. അത് നമ്മൾ ചിലപ്പോൾ വില കൂടിയ പെർഫ്യൂംസ് ആയിരിക്കാം, ഹെയർ ഓയിൽസ് ആയിരിക്കാം, ഇതൊക്കെ തന്നെ ലഗേജിൽ വെക്കാം. പിന്നെ ഇൻസുലിൻ, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇൻസുലിൻ നമുക്ക് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മെഡിസിൻസ് ക്യാരി ചെയ്യുമ്പോൾ അതിന് പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് ചോദിക്കുന്നത്, പ്രിസ്ക്രിപ്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. അത് നിങ്ങൾ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ എത്ര പീസ് ഓഫ് ബാഗ് കൊണ്ടുപോകും, അത് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ എയർലൈൻ ഏതാണ്, അവരുടെ കണ്ടീഷൻസ്. ലെസ് ലഗേജ് മോർ കംഫർട്ടാണ് യൂറോപ്പിൽ ഏറ്റവും ബെസ്റ്റ്. ഇത് മാത്രമല്ല, നമ്മളവിടെ ചെന്നാലും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബെൽ ബോയ്സോ അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അത് ക്യാരി ചെയ്ത് പോകണം. അപ്പം എയർലൈൻ സൈഡിൽ മെയിനായിട്ട് ഈ ട്രാൻസിറ്റ് ഫ്ലൈറ്റ് വരുന്നത് കൊണ്ടുള്ള ഒരു കെയറിങ്, അതുപോലെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു 3-3.5 മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ചെക്ക് ഇൻ എത്തുവാണെങ്കിൽ, ഡിപ്പാർച്ചർ ടെർമിനലിൽ എത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസിലി നമുക്കൊരു സ്മൂത്തായി ചെക്കിനൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് മെയിൽ നമ്മൾ ഫ്ലൈയിങ്ങിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. വെജിറ്റേറിയൻ മെയിലാണോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയനോ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ദുബായ് ടു പാരീസ് അല്ലെങ്കിൽ ദോഹ ടു പാരീസ് ഫ്ലൈറ്റ്സിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്സിൽ ഓപ്ഷൻസ് ഇല്ല. നമുക്ക് വെജോ നോൺ വെജോ എല്ലാം മിക്സ് ചെയ്ത് കിട്ടും. പക്ഷേ അവിടെ നമ്മൾ കറക്റ്റായിട്ട് അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഏതാണോ മീൽ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റേഴ്സാണ് കൂടുതലായിട്ട് എയർലൈൻ സൈഡിലുള്ളത്. അവിടെ എത്തിയതിനു ശേഷമുള്ള ഹോട്ടൽസിനെ കുറിച്ചും കോച്ചിനെ കുറിച്ചും ഒന്ന് ക്ലിയർ ചെയ്യാമോ സർ? എക്സാക്ട്ലി. നമ്മളിപ്പോൾ എയർലൈൻ സൈഡ് കഴിഞ്ഞു, ഇനി നമ്മൾ യൂറോപ്പിൽ എത്തുവാണ്. മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ ട്രിപ്പിലും പാരീസിലായിരിക്കും അറൈവൽ ഉണ്ടാവുക. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോങ് ഡിസ്റ്റൻസ് കോച്ചിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. മെർസിഡസിൻ്റെയോ അല്ലെങ്കിൽ വോൾവോ പോലുള്ള വലിയ യൂറോപ്യൻ കമ്പനികളുടെ കോച്ചുകളിലായിരിക്കും. കംഫർട്ടബിൾ യാത്രയായിരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, അവിടുത്തെ കോച്ച് വളരെ ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അവരിപ്പം ഫുഡൊന്നും തന്നെ അതിൻ്റെ ഉള്ളിൽ അലൗഡ് ആയിരിക്കില്ല. നമ്മളിവിടുത്തെ പോലെ ക്ലീൻ ചെയ്യാൻ ഒരാൾ, ഡ്രൈവ് ചെയ്യാൻ ഒരാൾ അങ്ങനെ ഉണ്ടാവില്ല. ഒരൊറ്റ കോച്ച് ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം തന്നെ വേണം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അവരുടെ നീറ്റ്നെസ്, യൂറോപ്പിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, സായിപ്പന്മാരുടെ ഒരു സ്റ്റൈൽ. അപ്പോൾ അത്രയും നീറ്റായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്. ഒരു 49 സീറ്ററിൻ്റെ കോച്ചായിരിക്കും. നമ്മുടെയൊക്കെ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു 40 പാക്സ് മാക്സിമം, ബാക്കി ഒരു 9 സീറ്റൊക്കെ നമ്മൾ ഫ്രീ ആക്കിയിടണം, ആർക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുകയൊക്കെ വേണമെങ്കിൽ. പിന്നെ പങ്ക്ച്വാലിറ്റി ആൻഡ് ടൈമിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ കോച്ചുകൾ ഒരു ദിവസം 10 മണിക്കൂറോളെ ടോട്ടൽ ഡ്രൈവ് ചെയ്യുള്ളൂ. 12 മണിക്കൂറാണ്. ഇപ്പോൾ രാവിലെ 9 മണിക്ക് തുടങ്ങുവാണെങ്കിൽ ഹി ഹാസ് ടു ഫിനിഷ് ഹിസ് വർക്ക് ബൈ 9 o'clock, ഈവനിങ് 9 o'clock. അതിനിടയിൽ നമുക്ക് കുറേ ഗ്യാപ്പ്, അവർക്ക് ഓരോ 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴും 20 മിനിറ്റോളം അവർ റെസ്റ്റ് എടുക്കുന്നത് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ അവർക്ക് ഫൈൻ വരും.
അപ്പോൾ അങ്ങനെയുള്ള സംഗതികളാണ് കോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ടൈമിംഗ് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. നമ്മുടെ കൂടെ ഇവിടുന്ന് ടൂർ മാനേജേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും ഇതിൻ്റെ ടൈമിംഗ് കറക്റ്റായിട്ട് പാലിക്കുക, നമ്മുടെ പാസഞ്ചേഴ്സിനെ എക്സാക്ട്ലി ടൈമിൽ റെഡിയാക്കി കോച്ചിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അപ്പം അത് നോക്കുക. പിന്നെ അവിടെയുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ വൈറ്റ്സിൻ്റെ അവരുടേതായ കുറച്ചൊരു സ്റ്റൈലും അവരുടെ ഒരു ഡിസിപ്ലിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതൊക്കെ എൻജോയ് ചെയ്ത് അനുസരിച്ച് അവരോട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ട്രിപ്പ് നല്ല സക്സസ് ആവും. കോച്ച് പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ടൽസും. ഹോട്ടൽസ് മിക്കവാറും 3 സ്റ്റാർ ഹോട്ടൽസ് ഒരു കാരണവശാലും യൂറോപ്പിൽ എടുക്കരുത്. 4 സ്റ്റാർ ആയിരിക്കണം, ബ്രാൻഡഡ് ആണ് നല്ലത്. ഇപ്പോൾ ഫ്രാൻസിൽ പാരീസിലൊക്കെയാണ് നൊവോട്ടൽ പോലത്തെ ഹോട്ടൽസ്, മെർക്യൂർ, ഇതെല്ലാം പോലുള്ള 4 സ്റ്റാറിലെ ഒരു ഭയങ്കര പ്രീമിയം, അൾട്രാ പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. പിന്നെ ഹോട്ടൽസിൽ ഗ്രൂപ്പ് ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ചില ഹോട്ടൽസിൽ, ചിലയിടത്ത് നോർമൽ ആയിരിക്കും. അത് ക്ലയൻറ്റിൻ്റെ കൺവീനിയൻസും പാസഞ്ചേഴ്സിന് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് അവരൊരു സോണാക്കിയിട്ട് നമുക്ക് മാറ്റി തരുന്നതാണ്, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ എ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മർ ടൈമിലായിരിക്കും എ സി എല്ലാ സ്ഥലങ്ങളിലും ഫംഗ്ഷൻ ആവില്ല. വിൻ്റർ സമയത്ത് എ സിയുടെ ഫംഗ്ഷൻസ് അധികം വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് ഈ മഗ് കൊണ്ടുപോകുന്നുണ്ട്. ഹോട്ടൽസിലെല്ലാം തന്നെ അറിയാം, അവിടെ സ്പ്രേയറോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ ടിഷ്യൂ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് മഗ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മഗ് എടുക്കണമെന്ന് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ 2 മഗ്ഗെന്ന്. 2 മഗ് നമ്മൾ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് ഈ മഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് നമുക്ക് മിസ്സാവുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഒരു ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ടൈമിംഗ് ആണ് വളരെ യൂറോപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ട്രിപ്പിലാണെങ്കിൽ തന്നെ നീതുവിന് അറിയുന്ന പോലെ മിക്സ് ഓഫ് ഫുഡ്സ് ആയിരിക്കും. ഇന്ത്യൻ ഫുഡ്സും ഉണ്ടാവും, അതുപോലെ യൂറോപ്യൻ ഉണ്ടാവും. ഇപ്പോൾ ലഞ്ച് ഇന്ത്യൻ ആണെങ്കിൽ ഡിന്നർ യൂറോപ്യൻ പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മീൽസ് ടോട്ടൽ ഉണ്ടെങ്കിൽ ഹാഫ് 50-50 നമ്മളത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹോട്ടൽ സ്പാട്ടിനെ കുറിച്ച് അധികം പറയാനില്ല, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കോച്ച്, ഹോട്ടൽസ്, പിന്നെ സൈറ്റ് സീയിങ്സ്, മെയിനായിട്ട് നമ്മൾ സമയം കീപ്പ് ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളതാണ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്കൊരു 12ഓളം രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 10ഓളം രാജ്യങ്ങൾ ഒരു 14 ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യണം. ഇപ്പം നമ്മളടുത്ത് പലരും ചോദിക്കുന്നുണ്ട് 14 ദിവസം 2 രാജ്യങ്ങൾ. നമുക്ക് 28 രാജ്യങ്ങൾ യാത്ര ചെയ്യാനുള്ള വിസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മാക്സിമം രാജ്യങ്ങൾ കവർ ചെയ്യാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും GTHനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം യാത്ര കുറച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു 10-12 ദിവസത്തെ ഐറ്റിനറിയിലും 1-2 ട്രെയിനുകളൊക്കെ ഉൾപ്പെടുത്തി ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഷോർട്ടൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഡ്യൂറേഷൻസ്, ട്രാവലിൻ്റെ ഡ്യൂറേഷൻസ് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? ക്രൂസ് ഇടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് ഓരോ ട്രിപ്പിൻ്റെ, ഇപ്പോൾ സ്കാൻഡിനേവിയ ഉണ്ട്, അതുപോലെ സെൻട്രൽ യൂറോപ്പ് ഉണ്ട്, ഈസ്റ്റേൺ യൂറോപ്പ് ഉണ്ട്, ലണ്ടൻ സൈഡ് ഉണ്ട്. എല്ലാത്തിലും തന്നെ നമ്മുടേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ വരുത്തിയാൽ യാത്ര കുറച്ചും കൂടെ കംഫർട്ടായിട്ട് മാറുന്നുള്ളതാണ്. സാർ, അതുപോലെ നമ്മൾ അവിടെ പോകുന്ന സമയം എന്തൊക്കെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്ന് സാർ ഒന്ന് പറയാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടത് മൊബൈൽ, അല്ലേ? പോകാം, ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റഗ്രാമിൽ ഇടണം, റീൽസ് ഇടണം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം മൊബൈൽ എന്തായാലും കൊണ്ടുപോകും. മൊബൈൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ചാർജ് ചെയ്യാനുള്ള സാധനം അഡാപ്റ്റർ വേണമല്ലോ. അതിന് നിങ്ങളൊരു ഇൻ്റർനാഷണൽ അഡാപ്റ്റർ, ഒരു 500 റുപ്പീസ് റേഞ്ചിൽ വരുന്ന ഇൻ്റർനാഷണൽ അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്ത് പ്രോപ്പറാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് സിം കാർഡാണ്. സിം കാർഡ് പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, നമ്മൾ ലോക്കൽ സിം അവിടെ പോയി എടുക്കണോ, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഇതുപോലെ യൂറോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിം കാർഡ് എടുക്കണോ, ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യണോ? ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ 3 ഓപ്ഷൻസും നോക്കിയിട്ട് ഏറ്റവും ബെനിഫിറ്റ് ഏതാണെന്ന് നോക്കി എടുക്കുന്നതാണെന്ന് എൻ്റെ സജഷൻ. ഇൻ്റർനാഷണൽ റോമിംഗ് ഒരു 5000 റുപ്പീസ് ഒക്കെ ആയിരിക്കും എയർടെലും വോഡാഫോണിനും ഒക്കെ ഒരു 5000 രൂപയോളം വരുന്നത്. എന്നാൽ നോർമൽ സിം ആണെങ്കിൽ ഒരു 3500 രൂപയോളം വരും. നമ്മളൊരു 2-3 ലക്ഷം മുടക്കി പോകുന്ന ഒരു യൂറോപ്യൻ ടൂറിൽ ഒരു 1500 രൂപ എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. വോഡാഫോണാണ് ഏറ്റവും നല്ലത്, ബിക്കോസ് അത് നെതർലാൻഡ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇറ്റലിയിലും ജർമ്മനിയിലും നെതർലാൻഡിലും പാരീസിലും ഫുൾ ഫ്രീ ആണ്. അൺലിമിറ്റഡ് കോൾസ് ആൻഡ് ഡാറ്റ അൺലിമിറ്റഡ് ആണ്. സ്വിറ്റ്സർലാൻഡിൽ മാത്രമേ ഇല്ലാതുള്ളൂ. സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രിയയിലും ഇല്ല. ബാക്കിയുള്ള രാജ്യങ്ങളും അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ വോഡാഫോണിൻ്റെ ഒരു പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഇല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റണം ഏറ്റവും നല്ലത്. എയർടെല്ലും ഓക്കെയാണ്. ജിയോ ചില സമയങ്ങളിൽ അത് കിട്ടാറില്ല, അവരുടെ ചീപ്പാണ് പാക്കേജ്, പക്ഷേ ചില സമയങ്ങളിൽ അത് വർക്കാവാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നീതു ചോദിച്ച പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ക്യാരി ചെയ്യേണ്ടത് സ്വെറ്റേഴ്സ് ആൻഡ് തെർമൽ ജാക്കറ്റ്. ചില സമയങ്ങളിൽ സ്വെറ്റർ മതി.
ഈവൻ നമ്മൾ സമ്മർ സീസണിലാണ് യൂറോപ്പ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വെറ്റർ മതിയാവും. പക്ഷേ വിൻ്റർ സമയമാണ്, വിൻ്റർ കഴിയുന്ന ഒരു പീരീഡ് ഉണ്ട്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ലൊരു തെർമൽ ജാക്കറ്റ് ക്യാരി ചെയ്യുക. ഈവൻ നമ്മൾ സമ്മർ സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണെങ്കിലും ഈ സ്വിറ്റ്സർലാൻഡ് പോലെ ഓസ്ട്രിയ പോലെയുള്ള മൗണ്ടൻ റേഞ്ചസിൽ അത്യാവശ്യം നല്ല തണുപ്പും ഇതൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെർമൽ ജാക്കറ്റ് അഡ്വൈസബിൾ നമുക്ക് എടുക്കാം ക്യാരി. അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുന്ന് വാങ്ങിച്ചു പോകുന്നതായിരിക്കും കുറേയും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ള കാര്യം. പിന്നെ നമുക്ക് ഒരു ഇയറൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പ്, സൺഗ്ലാസ്, ലിപ് ബാം, പിന്നെ ഒരു ഗ്ലൗസ്, തെർമലിൻ്റെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ സ്വിസ്സിലെ മൗണ്ടെയ്ൻസിലെല്ലാം പോകുന്ന സമയത്ത് സ്നോയിലൊക്കെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസ്. ഞാൻ ഇന്ന ബ്രാൻഡൊന്നും പറയില്ല, സ്കെച്ചേഴ്സ് പോലെ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ്. ബിക്കോസ് യൂറോപ്പിൽ വാക്കിംഗ് ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ചില സ്ട്രീറ്റ്സ്, ചില സിറ്റീസൊക്കെ നമ്മൾ നടന്ന് കാണേണ്ടി വരും, 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ. ചില സ്ഥലങ്ങളിൽ ഒരു മനോഹരമായ വാക്കിംഗ്, ഒരു ബ്യൂട്ടിഫുൾ വാക്കിംഗ് ആയിരിക്കും. അപ്പോൾ അത് കാല് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ നല്ല ഷൂസ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് ഒരുപാട് എടുത്ത് കൊണ്ടുവരുന്നത്. ചിലവരിപ്പോൾ ചോദിക്കും നമുക്ക് അവിടെ ലോണ്ട്രീൻ്റെ പൈസയ്ക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. ഇവിടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന പൈസ വേണം ഇവിടെ ഒരു ലോണ്ട്രിക്ക് കൊടുക്കാൻ. 20 യൂറോ 30 യൂറോ ഒക്കെ ആയിരിക്കും ഒരു ഷർട്ട് വാഷ് ചെയ്യാൻ. 30 യൂറോ എന്ന് പറഞ്ഞാൽ 2700 രൂപയായി ഇവിടെ ഒരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഒരു 5-6 പെയർ ഓഫ് ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോവുക. 2 നൈറ്റ് താമസിക്കുന്ന ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ, ഇവിടുത്തെ പോലെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പോകാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ യാത്രേൻ്റെ സമയത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ചെറിയ ടീ ബാഗ്സ്, കെറ്റിൽസ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇറ്റലിയിലെ മിക്ക ഹോട്ടലുകളിലും കെറ്റിൽസ് ഇല്ല. ഉള്ള ഹോട്ടൽസ് ഉണ്ട്, ചിലയിടത്ത് കിട്ടണമെന്നില്ല. നമുക്ക് ഇപ്പോൾ ഏജ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് മോർണിംഗിൽ ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫി ഉണ്ടാക്കണമെന്നുണ്ടാവും. അപ്പോൾ കെറ്റിൽ നിങ്ങളുടെ കൂടെ തന്നെ കരുതുന്നത് നല്ലതാണ്. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടീ ഉണ്ടെങ്കിൽ അതിൻ്റെ ടീ ബാഗ്സ് കിട്ടുവാണെങ്കിൽ അതും കൂടെ കരുതുക. പിന്നെ സോപ്പ് കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ള ജെല്ല് ടൈപ്പ് ഇതാണ് ഉണ്ടാവുക. അപ്പോൾ സോപ്പും നിങ്ങൾ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോകാം. സോപ്പ്, പേസ്റ്റ്, ചീർപ്പ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതൊക്കെ ലഗേജിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് നമുക്കവിടെ കിട്ടും. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എപ്പോഴും മോർണിംഗ് ഒരു 7 o'clock സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 7-8 o'clock ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് തന്നെ ഫിനിഷായിട്ട് പോകുന്ന ഒരു ഇതാണ് യൂറോപ്പിൽ പ്രത്യേകിച്ച് ഉള്ളത്. ശരി, അതേപോലെ കറൻസി എത്ര ഈക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? INR ദാറ്റ് ഈസ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. കറൻസീസ് നമുക്ക് യൂറോയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. യൂറോ തന്നെയാണ്. യൂറോയും സ്വിറ്റ്സർലാൻഡിൽ സ്വിസ് ഫ്രാങ്ക് ആണ്. പക്ഷേ ആ കറൻസി ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ പർച്ചേസ് ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുപോകണം. ബിക്കോസ് നോർമലി പാക്കേജ് ടൂറുകളിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും, ഡിന്നറും, സ്റ്റേയും, ട്രാൻസ്പോർട്ടേഷനും, എൻട്രൻസ് ടിക്കറ്റ്സും എല്ലാം ഓൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പം ഈവൻ നമുക്ക് പേഴ്സണൽ എക്സ്പെൻസസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ചോക്ലേറ്റ്സ്, പിന്നെ യൂറോപ്പിൽ നമുക്ക് പഴയ പോലെ തന്നെ കൂടുതലായിട്ട് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ. കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാനില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കപ്പിൾ പോവുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 1 lakhന് ഈക്വലായിട്ട് ഒരു 1000 euro ഈക്വലായിട്ട് കൊണ്ടുപോയാൽ മതി. നമുക്കത് ബാക്കി വരുവാണെങ്കിൽ ഇവിടെ തിരിച്ചു വന്നിട്ട് മാറ്റാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. റേറ്റ്സ് വലിയ രീതിയിൽ കുറയാത്ത രീതിയിൽ തന്നെ തിരിച്ചു വരാം. പിന്നെ നിങ്ങൾക്ക് ഫോറക്സ് കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാർഡ് അവിടെ പോയിട്ട് ATM വീണ്ടും വിഡ്രോ ചെയ്യണം. അങ്ങനെ അപ്പോൾ കുറച്ച് കറൻസിയും ബാക്കി ഫോറക്സ് കാർഡിൽ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഐഡിയലി ഒരു കപ്പിളിന് ഒരു 1000 euro മോർ ദാൻ ഇനഫ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് രാജ്യത്തൂടെയാണോ ട്രാൻസിറ്റ് ചെയ്യുന്നത് അവിടെ ആ രാജ്യത്തിൻ്റെ കറൻസി കുറച്ച് ക്യാരി ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എമിറേറ്റ്സിന് ദുബായ് വഴിയാണ് യാത്ര പാരീസിലേക്കെങ്കിൽ, ദുബായിൽ നിന്ന് നമുക്കൊരു കോഫി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ ദിർഹത്തിൽ കുറച്ചൊരു എമൗണ്ട് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് അത് യൂറോ മാറ്റിയിട്ടോ INR മാറ്റിയിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ATM ഒന്നും വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് കുറച്ച് മതി. ഒരു 10,000 rupees ഈക്വലായിട്ട് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, യൂറോപ്പിലെ ഫുഡിങ്ങിനെ കുറിച്ച് ആൾക്കാർ ഡൗട്ട് പ്രകടിപ്പിക്കും. എങ്ങനെ ക്വാളിറ്റി 100% ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ് യൂറോപ്പിലെ. എക്സാക്ട്ലി ആക്കി വെച്ചിട്ട് കുറച്ച് വെജീസും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ലോക്കൽ മീൽസ് ഉണ്ടാവും. അപ്പം അത് ആ ഒരു കാര്യങ്ങളിലൊക്കെ വളരെ. പിന്നെ ടാപ്പ് വാട്ടറാണ്. ടാപ്പ് വാട്ടർ ഡ്രിങ്കബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ അക്വാഫിനെക്കാട്ടിയും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള വാട്ടറാണ്. നമ്മൾ ടാപ്പിൽ നിന്ന് അത് കളക്ട് ചെയ്തെടുക്കുക. ബിക്കോസ് അവിടെ വാട്ടർ എക്സ്പെൻസീവാണ്. ചെറിയൊരു 1/2 ലിറ്ററിൻ്റെ വെള്ളത്തിന് €1 കൊടുക്കണം. നമുക്ക് അതുപോലെ എത്ര 1/2 ലിറ്റർ ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ടാപ്പ് വാട്ടർ ഈസ് ഡ്രിങ്കബിൾ.
നമുക്ക് ഏത് ഹോട്ടൽസിലാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വാങ്ങിക്കുന്നവർക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ചില രാജ്യങ്ങൾ ഇപ്പോൾ ലക്സംബർഗിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചീപ്പാണ്. അപ്പോൾ നമുക്കൊരു 5-6 ബോട്ടിൽസ് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു പേടിയും വേണ്ട. നമ്മൾ ഇവിടുന്ന് കഴിക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവർ ഹൈജീനാണ്, ക്വാളിറ്റിയാണ്, അവരുടെ രാജ്യത്തെ റൂൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിൽ വരാനില്ല. അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ജനറലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നീതുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടാവാം അല്ലേ, വീഡിയോ ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. GTHൻ്റെ ഹോളിഡേ എക്സ്പേർട്സിൻ്റെ നമ്പേഴ്സും കൂടെ നീതു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വെക്കുക. അപ്പോൾ അവരുടെ ഡൗട്ട്സ് കൂടുതൽ ക്ലാരിറ്റി ചെയ്യാം. നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ കൂടും. രാജ്യങ്ങളുടെ എണ്ണവും കൂടുതലാണ്, 10-12 ദിവസത്തെ ട്രിപ്പ് ഉണ്ടാവും. മൈൻഡിൽ ഒരുപാട് ഡൗട്ട്സ് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീതുവിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന് നമുക്ക് കുറച്ച് ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും യൂറോപ്യൻ യാത്ര പ്ലാൻ ചെയ്യുക. യൂറോപ്യൻ യാത്രകളിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ട്സുകൾ നമ്മുടെ ഹോളിഡേ എക്സ്പേർട്ട് ടീംസ് ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ടിട്ട് അത് ക്ലാരിറ്റി ചെയ്യാവുന്നതാണ്.